അങ്ങനെ ഹിരൺദാസിന് ജാമ്യം കിട്ടിയിട്ടുണ്ട്. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധം എങ്ങനെ ബലാത്സംഗമാകും? വേടന്റെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി. സൂപ്പർ. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധം എങ്ങനെ ബലാത്സംഗമാകുമെന്ന് ഹൈക്കോടതി. റാപ്പർ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഹൈക്കോടതിയുടെ ചോദ്യം. ഹൈക്കോടതി കാര്യമായിട്ടൊരു ചോദ്യം ചോദിച്ചത് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യമാണ്. റാപ്പർ വേടൻ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാകുമ്പോഴുണ്ട് ഓക്കെ, ബലാത്സംഗമായി കണക്കാക്കാനാവില്ല. തെളിവുകൾ പരിഗണിച്ച് മാത്രമേ തീരുമാനമെടുക്കാനാവൂ. കറക്റ്റാണ്. ഇൻഫ്ലുവൻസർ ആണെന്നോ അല്ലയോ എന്നതല്ല, വ്യക്തി എന്നതാണ് പ്രശ്നം. എല്ലാവരും അമർചിത്ര കഥ വായിച്ചാണ് വളർന്നത്. അതായത് വേടം പറയണത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാകും. ഇനി ആരും ഇതൊന്നും പറഞ്ഞുണ്ട്, പുരാണങ്ങളുടെ കഥയൊന്നും ആരും പറയേണ്ടതില്ല. വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത പരാതിക്കാരിയോട് ഹൈക്കോടതി പറഞ്ഞു. വേടനെതിരെ മറ്റു കേസുകൾ ഉണ്ടെങ്കിൽ സർക്കാർ അറിയിക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. വേടനെതിരെ തെളിവുകൾ നിരത്തി ഹാജരാക്കാൻ പരാതിക്കാരിയോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് വേടൻ സ്ഥിരമായ ഒരു കുറ്റവാളിയാണെന്ന്, സ്ഥിരമായ കേസുകളിൽ പ്രതിയാകുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറഞ്ഞത്. അത് മാത്രമല്ല, മുഖ്യമന്ത്രിയും ബാക്കിയുള്ളവരും ഒക്കെ അങ്ങേരുടെ സ്വാധീനമുള്ള ആളാണെന്നുമാണ് പുള്ളിക്കാരത്തിയുടെ വാദഗതി ഉണ്ടായിരുന്നത്. ആ വാദഗതി പൊളിച്ചുകൊണ്ട് അവിടെ ആ സംഭവം അതങ്ങ് നിർത്തിവെച്ചു. ആക്ച്വലി നമ്മൾ ഈ വിഷയം നേരത്തെ പറഞ്ഞതുകൊണ്ട് ഞാൻ കൂടുതൽ വിപുലമായിട്ട് പറയുന്നില്ല. ഒരു കാര്യം പറയാം, വേടൻ ടാർഗറ്റഡ് ആണ്. അതിൻ്റെ റീസൺ എന്താണെന്നറിയാമോ? നമ്മുടെ സൊസൈറ്റിയിൽ ഈ സമത്വം എന്നൊരു സംഗതി ഇവിടെ പറയുന്നുണ്ടല്ലോ, ഭരണഘടനയിൽ പറയുന്ന ഒരു സാധനം സൊസൈറ്റിയിലും പറയപ്പെടുന്നുണ്ട്. സമത്വം, നമുക്കെല്ലാം സമത്വം വേണം. നമ്മൾ സമത്വ സുന്ദരമായ ഒരു ലോകമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന സമത്വം സ്ത്രീകൾക്ക് ഇവിടെ കിട്ടുന്നുണ്ടോയെന്ന് വെച്ചാൽ ഇല്ല. അപ്പോൾ റീസെൻ്റ്ലിയാണ് ഈ പാർലമെൻറ്റിൽ പോലും 50% പെണ്ണുങ്ങൾക്ക് ഉണ്ടെന്നുള്ളത് നമുക്ക് പോലും അറിയാൻ പറ്റുന്നത് ഇപ്പോഴാണെന്നാണ് എനിക്കൊരു മനസ്സിലാക്കലുകളുള്ളത്. അതേപോലെ തന്നെയാണ് ഈ ഒരു വിഭാഗം, ഒരു കമ്മ്യൂണിറ്റി അവഹേളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു വിഭാഗം ജനതയെ ഇടിച്ചു താഴ്ത്തിക്കൊണ്ട് നമ്മളിവിടെ ഭയങ്കര പരമാധികാരികളാണെന്ന് അഭിനയിക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയ ഒരു സാഹചര്യം, അതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ വേടന്റെ വാക്കുകൾ. അതാണ് അവർ നിലപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ സംരക്ഷകരായിട്ട് കുറച്ച് പേര് നിൽപ്പുണ്ട്. ഇത് RSSകാരുടെ സ്ഥിര ശൈലിയാണ്. ഞങ്ങൾ സംരക്ഷിക്കും. ആരിൽ നിന്നാണ് ആർക്കാണ് സംരക്ഷണം വേണ്ടത്? എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തിലേക്ക് ആരുടെ സംരക്ഷണം വേണം? വി ആർ ഇന്ത്യൻസ്. നമ്മൾ ഇവിടുത്തെ സിറ്റിസൺസ് ആണ്. സിറ്റിസൺസിന് അവരുടെ റൈറ്റ്സ് അറിയാമെങ്കിൽ ദേ ഡോണ്ട് നീഡ് എനി കൈൻഡ് ഓഫ് സംരക്ഷണം അറ്റ് ആൾ. അവർക്കറിയാം സമയക്കുറവുകളുണ്ട്. ഇപ്പം നമ്മൾ ഒരു ജോബിൽ, ഇപ്പം ഞാനൊരു എഞ്ചിനീയർ ആണെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ ഡോക്ടർ ആണെന്ന് വയ്ക്കുക, പോട്ടെ, ഞാൻ ഒരു തൊഴിലുറപ്പിന് പോകണമെന്ന് വയ്ക്കുക. എനിക്ക് എന്നെ കെയർ ചെയ്യാനും അല്ലെങ്കിൽ എൻ്റെ ഒരു സ്വത്തുകൾ, എൻ്റെ വീട്ടിലുള്ള ഈ സാധനം, അല്ലെങ്കിൽ എൻ്റെ കുറച്ച് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റാത്തൊരു സാഹചര്യമുണ്ട്. കാരണം എനിക്ക് ജോലിക്ക് പോകണം, കുട്ടികളുടെ കാര്യം നോക്കണം, ഒരുപാട്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്പെസിഫിക് പോർഷൻ മാറ്റിവെക്കും, ഒരാളെ മാറ്റിവെക്കും. അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു സാലറി, നമ്മളാണ് സാലറി കൊടുക്കുന്നത് പോലീസുകാർക്ക്. അവർ നമ്മളെ കെയർ ചെയ്യണം. നമ്മുടെ ജീവനും സ്വത്തിനും അവരാണ് സംരക്ഷണം തരുന്നത്. അത് അവർക്ക് മാത്രമേ, നമുക്ക് സെൽഫ് പ്രൊട്ടക്ഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ എന്തിനാ അവർക്ക് ടാക്സ് കൊടുക്കുന്നത്? അവർ നമ്മളെ സംരക്ഷിക്കണം. ദേ ആർ അവർ ലേബേഴ്സ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കുന്നത് ഒരു സിറ്റിസണായി കൃത്യമായി ബോധ്യമുള്ള ഒരുത്തനിക്ക് അത് മനസ്സിലാക്കും. അല്ലാത്തവരെന്ത് ചെയ്യും? ഈട്ടത് തപ്പും. അയാൾ നമ്മളെ അധികാരിയാണെന്ന് പറയും. ഹീ ഈസ് നോട്ട് എൻ അധികാരി, ഹീ ഈസ് ജസ്റ്റ് എ സെർവൻറ്റ്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഓരോ പൗരനും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. ഈ സെക്കൻഡ് തിങ്, വേടൻ്റെ കേസ്. ഉഭയകക്ഷി സമ്മതപ്രകാരം ഇവിടെ ആർക്കും ആരോടെയും ബന്ധപ്പെടാം എന്ന് പറയുമ്പം, അല്ലാതെ എനിക്ക് ബലാത്സംഗമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ടൈമാണ് നമ്മൾ ബന്ധപ്പെടുന്നതെങ്കിൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ബലാത്സംഗം. ബട്ട് പെനിട്രേഷൻ ആണ്. പെനിട്രേഷൻ എന്ന് പറയുമ്പോൾ കുത്തിക്കയറ്റലുകൾ, അതങ്ങനെയല്ലേ പാടുള്ളൂ. അപ്പം ഇവർ പറഞ്ഞൊരു എക്സ്പ്ലനേഷനിൽ നിന്ന് ഫസ്റ്റ് ടൈം ബന്ധപ്പെടുകയാണെന്നും അതിൽ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് ആണുങ്ങൾ തന്നെയാണ്. അവിടെ സമത്വമൊന്നുമില്ല. അവിടെ ആൺ മേൽക്കോയ്മ തന്നെയാണ് കൂടുതൽ വർക്കബിൾ ആവുന്നത്. അതിൻ്റെ റീസൺ നമ്മുടെ സൊസൈറ്റിയാണ്. സൊസൈറ്റിയിൽ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു കുലസ്ത്രീ പരിവേഷം കാരണം അവരത് ഇനിഷ്യേറ്റീവ് എടുക്കത്തില്ല. ഇനിഷ്യേറ്റീവ് ഓൾവേസ് ആണുങ്ങൾ തന്നെയായിരിക്കും എടുക്കുക. അപ്പോൾ അത് അങ്ങനെ പോകുള്ളൂ. ആ വാദഗതി നിലനിൽക്കത്തില്ല. ഇപ്പോൾ 2 പേരെ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. വീണ്ടും ഇതിന് ആ 2 പേരെ കൂടെ അയാൾ പോയിട്ടുണ്ട് എന്നാണ് അർത്ഥം. പേഴ്സണലൈസ് ചെയ്ത് ഒരാളെ അടിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഇവിടെ ഉണ്ടായിരുന്ന മഹാകവികളെന്നൊക്കെ അവകാശപ്പെടുന്ന കുറേ അധികം പേരുടെ ലൈഫ് ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ സ്ത്രീ സമ്പടന്മാരാണ്. ഞാനത് ജനറലൈസ് ചെയ്ത് പറയുന്നതല്ല. ബട്ട് അവർക്കൊന്നും ഇല്ലാത്തൊരു പ്രോബ്ലം വേടനിക്ക് എങ്ങനെ വരുന്നു? അവൻ ചെയ്യാത്തൊരു കുറ്റത്തിന് അവനെ ഇങ്ങനെ എടുത്തു വെച്ച് ഉടുക്കണേ എന്തിനാണ്? എത്രയോ പേരുണ്ട് കവികൾ എന്ന് പറയാൻ. നമ്മളിപ്പോൾ വേണ്ട, നമ്മൾ അയ്യപ്പൻ അദ്ദേഹത്തിനെ എടുക്കാം. അദ്ദേഹം എന്തായിരുന്നു? വെറും കുറയായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോഴും റീസെൻ്റ്ലി ആരൊക്കെയോ HUB കുട്ടിയൊക്കെ അദ്ദേഹത്തിനെതിരെ പാച്ചയ്ക്ക് എന്തൊക്കെ കമൻറ്റൊക്കെ ഇടുന്നുണ്ട്. അയാൾ ജീവിച്ചെന്നാ പറഞ്ഞില്ല, മരിച്ചു പോയപ്പോഴത്തേക്ക് പിന്നെ അയാൾക്കില്ലാത്ത കുറ്റമൊന്നുമില്ല. അങ്ങനെ അതേപോലെ രാമവർമ്മ, വയലാർ രാമവർമ്മ, എന്തൊക്കെയായിരുന്നു അയാളുടെ ക്യാരക്ടർ? കുപ്പിയും പെണ്ണും ഉണ്ടെങ്കിൽ അയാൾ കവിത എഴുതുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അമ്മാതിരിയാണ്. അത്ര വൾഗറായ ഒരു സംഗതി ഇവിടെ ഉണ്ടായിട്ട് പോലും അവർക്കെതിരെയൊന്നും ആർക്കും പരാതിയില്ല. അത് മാത്രമല്ല, വേടൻ റാപ്പനെ അറിയുമെന്ന് ചോദിക്കുമ്പോൾ MG ശ്രീകുമാരൻ നായർ പോലും പറയുന്നത് എനിക്കറിയണം, അതാരാ എന്നാ ചോദിക്കുന്നത്. അങ്ങനെ അയാളെ ഇകഴ്ത്താനും ഒതുക്കാനും ഇവിടെ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഭയങ്കര ഗായകനൊന്നുമല്ല, പുള്ളി റാപ്പറാണ്, റാപ്പർ സോങ്ങിൻ്റെ ആളാണ്. അത് ആരെ എഫക്റ്റ് ചെയ്യാം? അതിൻ്റെ ട്രെൻഡ് നടക്കുകയാണെങ്കിൽ മാത്രം ആ ട്രെൻഡിനനുസരിച്ചിട്ട് പോകും എന്നതിനപ്പുറം അയാളൊരു ത്രെട്ട് പോലുമല്ല, ആർക്കും ഒരു ഭീഷണിയല്ല ആ മനുഷ്യൻ. പക്ഷേ അവനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നതിൻ്റെ റീസൺ അവനൊരു അംബേദ്കറിസ്റ്റാണ്. അങ്ങനെയാണെങ്കിൽ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന കണക്കല്ലേ അവനെ വെല്ലുവിളിക്കുന്നത്? ഒരു അംബേദ്കറിസ്റ്റ് എന്ന് പറയുമ്പം അംബേദ്കറാണ് നമ്മുടെ ഭരണഘടന രൂപീകരിച്ച, അദ്ദേഹത്തിനെ എതിർക്കുന്ന, അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ വെറുക്കുന്നവർ ഭരണഘടനയെ വെല്ലുവിളിക്കുന്നവരല്ലേ? ഇവനെ എതിർക്കുന്നവരാരാണ്? അവനെ എഗൻസ്റ്റായിട്ട് നിൽക്കുന്നതാണ് RSSകാരാണ്. ആരാണ് അപ്പോൾ? രാജ്യസ്നേഹികളാണോ രാജ്യദ്രോഹികളാണോ? രാജ്യദ്രോഹികൾ, സിമ്പിൾ അല്ലേ? അത് തന്നെയാണ് ഇതിനകത്ത് പറയാനുള്ള കാര്യം. രാജ്യദ്രോഹികൾക്കാണ് കുത്തിക്കഴപ്പുള്ളത്. റാപ്പനെ ഇപ്പം പിടിച്ച് മൂക്കി കയറ്റു എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ഈ പണ്ടൊന്നും ഒത്തിരി പണ്ടൊന്നും പോകണ്ട, 1800കളിലാണ് ഇവിടെ സാവിത്രി റാവ് പുലെയാണ് പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് എഡ്യൂക്കേഷൻ കൊണ്ടുവന്നത്. സ്ത്രീകൾക്ക് എഡ്യൂക്കേഷൻ കൊണ്ടുവന്നത് എപ്പോഴെന്നറിയാമോ? 1800കളിലാണ്. ആർക്ക്? മുസ്ലിങ്ങൾക്കല്ല. മുസ്ലിങ്ങൾക്ക് പണ്ടേ ഉണ്ട്, ക്രിസ്ത്യാനികൾക്കും ഉണ്ട്. ക്രിസ്ത്യാനികളാണ് എഡ്യൂക്കേഷനിൽ മുന്നോട്ട് നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയാം. മുസ്ലിംസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവരാണ് ആദ്യത്തെ സർവകലാശാല ഉണ്ടാക്കിയ ഫാത്തിമ ഉൾപ്പെടെ പെണ്ണുങ്ങൾക്ക് എഡ്യൂക്കേഷൻ അവർ നിർബന്ധമാക്കിയിട്ടുണ്ട് മുസ്ലിങ്ങളിൽ. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മറ്റുള്ളവരെ പറയുന്നതിനേക്കാൾ കൂടുതൽ ഈ മദ്രസകളെ പറ്റിയിട്ടുള്ള സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടും അതിന് മുമ്പ് വന്ന കമ്മീഷൻ റിപ്പോർട്ടിലും ഒക്കെ എഡ്യൂക്കേഷൻ്റെ ഒരു അക്സെപ്റ്റൻസ് മുസ്ലിം കമ്മ്യൂണിറ്റി എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കമ്മ്യൂണിറ്റിക്ക് എഡ്യൂക്കേഷൻ നോ പറഞ്ഞിട്ടില്ല. എഡ്യൂക്കേഷൻ പറ്റില്ല എന്ന് പറഞ്ഞ താഴ്ന്ന സമുദായങ്ങളെയും സ്ത്രീകളെയും നീക്കി നിർത്തിയ ഒരു കമ്മ്യൂണിറ്റി ഹിന്ദു കമ്മ്യൂണിറ്റിയാണ്. ആ കമ്മ്യൂണിറ്റിക്ക് എഗൻസ്റ്റ് ആയിട്ട് പോരാടിയ ഒരുപാട് മനുഷ്യരുടെ ചരിത്രം ഇവിടെ എക്സിസ്റ്റ് ചെയ്യണം. സാവിത്രി റാവ് പുലെയാണ് ആദ്യത്തെ ഇന്ത്യയുടെ ഫെമിനിസ്റ്റ് എന്നറിയപ്പെടുന്നത്. 1800കളിൽ അവർ വിവാഹം കഴിച്ച മനുഷ്യൻ്റെ കൂർവ്വബുദ്ധി, അദ്ദേഹത്തിന് എല്ലാവർക്കും എഡ്യൂക്കേഷൻ കൊടുക്കണം. കാരണം അദ്ദേഹം ജാതിയിൽ താഴ്ന്നവനാണെങ്കിൽ പോലും വിദ്യാഭ്യാസം കിട്ടിയിട്ടും അക്സെപ്റ്റൻസ് കിട്ടാതെ പോയതും അക്സെപ്റ്റൻസ് കിട്ടാതെ വന്നതിലുള്ള നാണക്കേട്, ജാള്യത, അത് ബോധ്യപ്പെടാനുണ്ടായ കാരണം എഡ്യൂക്കേഷൻ ആണെന്ന് തിരിച്ചറിയുകയും എനിക്ക് കിട്ടിയ വിദ്യാഭ്യാസം എൻ്റെ ഭാര്യയ്ക്കും കിട്ടണം, എൻ്റെ ഭാര്യയ്ക്ക് കിട്ടിയത് ഇനിയുള്ള പെൺകുട്ടികൾക്കും കിട്ടണം എന്നുള്ള തിരിച്ചറിവുണ്ടായത് പുള്ളിക്കാണ്. ഇപ്പം ഇസ്ലാം കമ്മ്യൂണിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഒരു കുഞ്ഞ് ദുനിയാവിലേക്ക് വരുന്നതും ദുനിയാവിനെ, അതായത് നമ്മുടെ ലോകം കാണുന്നതും വീക്ഷിക്കുന്നതും ആദ്യ ചുവടുകൾ, ആദ്യ പടി വരുന്നതെല്ലാം അമ്മയിലൂടെയാണ്. അപ്പോൾ അമ്മയ്ക്ക് മസ്റ്റ് എഡ്യൂക്കേഷനാണ്. അമ്മ കമ്പൽസറി പഠിച്ചിരിക്കണം എന്നുള്ളതാണ് അവിടെയും പഠിപ്പിക്കുന്നത്. ഇതില്ലാതിരുന്ന ഒരു കമ്മ്യൂണിറ്റി ഇതാണ്. 100 വർഷം മുമ്പുള്ള ചരിത്രങ്ങൾ പരിശോധിച്ചാൽ ഇവിടെയുള്ള വിഭാഗീയത നമുക്ക് മനസ്സിലാകും. അംബേദ്കർക്ക് അതിൻ്റെ ഏറ്റവും വലിയ വിക്ടിംസാണ്. അതുകൊണ്ടാണ് 3 ലക്ഷം ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇത്രയും വൃത്തികെട്ട ഒരു മതമില്ലെന്നും ഹിന്ദുവായി ജനിച്ചത് ഒരു കുറ്റമല്ല, ഞാൻ ഹിന്ദുവായി മരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബുദ്ധമതം സ്വീകരിക്കുകയും ഇത് ചവറ്റുകൂട്ട ഇടുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. മനുസ്മൃതിയൊക്കെ കത്തിച്ചത് അദ്ദേഹം അതുകൊണ്ടാണ്. അത്രത്തോളം കൃതികളും സ്മൃതികളുമായി നിറഞ്ഞു കിടക്കുന്ന ഒരു വൈരൂപ്യത്തിനെ ആണ്, ഒരു വൃത്തികേടിനെയാണ് അവരൊക്കെ എതിർത്തത്. ആ വൃത്തികേടിനെ അവരനുകൂലിക്കുന്നവർ എതിർക്കുക തന്നെ ചെയ്യും, സ്വാഭാവികം. വേടനിക്കത് താല്പര്യമില്ലെന്ന് പറയും. എന്തുകൊണ്ട് താല്പര്യമില്ല? ഇതൊരു വൃത്തികേടാണെന്നുള്ളതിന് തെളിവാണ്. അതാണ് ഞാൻ സാവിത്രി റാവുവിനെ എടുത്തത്. അവർ അനുഭവിച്ച പീഡനം നിങ്ങളതൊന്ന് പഠിച്ചാൽ മതി. നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും സാവിത്രി റാവു പുലെ എന്താണെന്ന്. പുലെ അനുഭവിച്ച ബുദ്ധിമുട്ട്. 2 സാരിയും കൊണ്ടാണ് അവർ പോകുന്നത്. ഉടുത്തത് ഒരു സാരി, കയ്യിലൊരു സാരിയും കൊണ്ട് അവർ പോകുന്നത്. എന്തിനെന്നറിയാമോ? സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് ഇവരെ ആക്രമിക്കുകയാണ് ആൾക്കാർ. സ്കൂളിൽ പോകുന്ന എന്തിനാണ്? പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനാണ്. അപ്പോൾ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെങ്കിൽ സ്ത്രീകൾ തന്നെ വേണമെന്നുള്ളത് കൊണ്ടാണ് അവരുടെ ഭർത്താവ് അവരെ നിയോഗിക്കുന്നത്. അവിടെ പോകുമ്പോൾ വഴിയിൽ സാരി വലിച്ചു കീറപ്പെടാം. അങ്ങനെ ഒരു അവസ്ഥയുള്ളപ്പോൾ മറ്റൊരു സാരിയും കൊണ്ട് പോകുന്ന ആ സ്ത്രീയുടെ ഒരു ഗതികേട് ആലോചിക്കും. ഇത് നടന്നത് 1800കളിൽ ഇന്ത്യയിലാണ്. 100 കൊല്ലം മുമ്പുള്ള ചരിത്രങ്ങളാണ് നമ്മൾ ഈ പറയുന്നത്. ഇവിടെ ബ്രിട്ടീഷുകാർ വന്നിട്ട് എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കണമെന്ന രീതിയിൽ എല്ലാം വരുമ്പോഴത്തേക്ക് ഈഴവം കയറരുതെന്ന് പറഞ്ഞ് ചാന്നാർ ലഹളോട്ട് ഇങ്ങനെ ഇവിടെ നടന്ന ലഹളകളിൽ പകുതി എടുത്ത് നിങ്ങൾ പഠിച്ചു നോക്കിയാൽ മനസ്സിലാകും. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നിഷേധിച്ചത് ഈഴവ കമ്മ്യൂണിറ്റിക്കാണ്. ഈഴവരെ പോലും അവർക്ക് പറ്റൂല. പിന്നെയാണ് ആ വിഭാഗീയത മനസ്സിലാക്കി അനുഭവിച്ച് വളർന്നു വന്ന ഹിരൺദാസ് അതിനെതിരെ പറഞ്ഞാൽ എവിടെയാണ് ഈ നോക്കുന്നത്? ഇവിടെ എത്ര സിനിമകൾ വന്നിട്ടുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കലാഭവൻ മണി കലാഭവൻ മണിയുടെ അനിയൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്ന് മാറുന്നോ അന്ന് ഇന്ത്യയിൽ സമത്വം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടും. ഇന്ത്യ എന്നത് ഒരു മതേതര രാജ്യമെന്ന് മാത്രമല്ല, സമത്വത്തിന് ഇത് മുൻഗണന കൊടുക്കുന്ന ഒരു രാജ്യമാണ്. ഇവിടെ ലിംഗാടിസ്ഥാനത്തിലോ പിന്നെ മതാടിസ്ഥാനത്തിലോ ഒന്നിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിവുകൾ പാടില്ല. അതാണ് സമത്വം. ഈക്വൽ റൈറ്റ്സ്. ഈച്ച് ആൻഡ് എവരി പേഴ്സൺ ഈസ് ഈക്വൽ. പണക്കാരനോ പാമരനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരേ തുല്യനീതി
കണ്ണ് കെട്ടി വെച്ചിരിക്കുന്നതേക്കാം. പിന്നെ നമ്മുടെ നീതി ദേവത എന്തിനാണ്? അവർക്ക് പൊട്ടക്കണ്ണായിട്ട് അവർ ഗാന്ധാരിയായിട്ടോ അല്ല, ഗാന്ധാരി കണ്ണ് കെട്ടിയത് ഭർത്താവിനുള്ള സ്നേഹം കൊണ്ട്, അന്ധനായ ഭർത്താവിനോട് സ്നേഹം കൊണ്ട് ഗാന്ധാരി കണ്ണ് കെട്ടി. നീതി ദേവത എന്തിനാ കണ്ണ് കെട്ടിയിരിക്കുന്നത്? അതൊക്കെ മുമ്പിലുള്ള നീതി കാണാതിരിക്കാനല്ല, തുല്യതയാണ് ആ കണ്ണ് കെട്ടൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുന്നിൽ നിൽക്കുന്ന ആളുടെ പാപമോ പണമോ അയാളുടെ ഇതോ ഒന്നും അവിടെ ബാധിക്കത്തില്ല. അവരുടെ മുമ്പിൽ അവരുടെ ചെവികൾക്കാണ് പ്രാധാന്യം. എൻക്വയറി അതാണ്, അതിനപ്പുറം മറ്റൊന്നില്ല. കോടതി മുറിയിലേക്ക് ചെല്ലുമ്പോൾ ഇത് 8 നിലയിൽ പൊട്ടുമെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, അതത്രേ ഉള്ളൂ. ബലാത്സംഗം നടക്കുക എന്ന് പറയുമ്പോൾ ബ്രൂട്ടലി റേപ്പിഡ് ആയതിൻ്റെ എവിഡൻസ് വെക്കണം. അതല്ല വെച്ചത്, അവരെ വിവാഹം കഴിക്കാം എന്ന് മോഹിപ്പിച്ചുകൊണ്ട് അവരുമായി ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നാണ് പറയുന്നത്. ആ മോഹം നല്ലതായിരുന്നുവെങ്കിൽ അയാളുടെ അമ്മയെക്കുറിച്ചും അയാളുടെ സഹോദരിയെക്കുറിച്ചും അയാൾ പറഞ്ഞു എന്ന് പറയുന്ന കഥ പറഞ്ഞ് അയാളെ ഇകഴ്ത്തു. പലരും ചെയ്യുന്നൊരു കാര്യമാണ്. വിവാഹം കഴിക്കാം എന്ന് പറയുമ്പോൾ അവരുമായിട്ട് ഭയങ്കരമായിട്ട് ഉല്ലസിക്കും. അതിലെന്തെങ്കിലും ഒരു തട്ടുകേട് വരുമ്പോൾ അവരെ പറ്റി വലിയ മോശം പറഞ്ഞുകൊണ്ട് മാറി നിന്ന് അവരെ കുത്തും. നിങ്ങൾക്ക് ഇത്രയും മോശം അവരിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് അയാളെ വിവാഹം കഴിക്കാൻ തന്നത്? അതല്ല, നമുക്ക് കിട്ടാത്തത് വേറെ ആർക്കും കിട്ടരുത്. അതിനുള്ള കുത്തിക്കഴപ്പ് അത് ബ്ലോക്ക് ചെയ്യുക എന്നതാണ് അതിനെ കൊണ്ട് അർത്ഥമാക്കുന്നത്. വേടൻ മുന്നോട്ട് വെച്ചതിൽ ഏറ്റവും വലിയ സത്യങ്ങളുണ്ട്. ഇവിടെ രക്ഷകരായി അഭിനയിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരായിരുന്നാലും രക്ഷകരായി അഭിനയിക്കുന്ന RSSകാരായിരുന്നാലും അതിനി കോൺഗ്രസ്സുകാരായിരുന്നാലും എല്ലാവരും അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ആർക്കും ആരുടെയും രക്ഷയൊന്നും വേണ്ട. ഒരു വിഭാഗത്തിനും ആരുടെയും രക്ഷ വേണ്ട. നമുക്ക് തന്നിരിക്കുന്ന ഭരണഘടനയിൽ കൃത്യമായ നിയമത്തിലൂടെ തന്നെ നമുക്കുള്ള റൈറ്റ്സ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ പഠിക്കുക. എന്നിട്ട് നിങ്ങളുടെ റൈറ്റ്സിന് നിങ്ങൾ പൊരുതുകയാണ് വേണ്ടത്. പണ്ടത്തെ കാലമല്ലല്ലോ, അപ് ടു സെക്കൻഡ് ടെക്നോളജി ഡെവലപ്പായി. അപ് ടു സെക്കൻഡാണ്, മിനിറ്റും അല്ല, സെക്കൻഡ് ടെക്നോളജി ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ട് പഴമയെ പറ്റി പറയേണ്ട ഗതികേടൊന്ന് ആലോചിച്ച് നോക്കിയാണ്. അതാണ്, തിരുത്തലുകൾ വരേണ്ട കാലം അതിക്രമിച്ചു. ഒരാളത് പറഞ്ഞാൽ അയാളുടെ പേഴ്സണൽ ഡോക്യുമെൻറ്റും പേഴ്സണൽ ഡീറ്റെയിൽസും എടുത്തുകൊണ്ട് നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് അയാളെ ഇഴത്തുകയും ഡീഗ്രേഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ അയാൾ മുന്നോട്ട് വെച്ച ആശയത്തിന് അക്സെപ്റ്റൻസ് കിട്ടില്ലെന്നാണ് വിചാരിക്കുന്നത്. റാപ്പർ വേടൻ്റെ സോങ്സ് ആർക്കും വലിയ പിടിയുണ്ടാവത്തില്ല. പക്ഷെ അയാൾ മുന്നോട്ട് വെച്ച കാര്യം അത് കൃത്യമാണ്. ഇന്നും മനുഷ്യർ അനുഭവിക്കുന്നു. കൂടൽമാണിക്യ ക്ഷേത്രം ഏറ്റവും വലിയ തെളിവാണ്. അസുരവംശജരായ അസുരന്മാരുടെ ദേവന്മാരെ പിന്നെ പരികർമ്മിയാകാൻ ഈ ദേവഗണത്തിലുള്ളവർ വന്ന് നിൽക്കുന്നത് എന്തിനാ? എന്താ അടിസ്ഥാനത്തിൽ? അസുരൻ്റെ ദൈവമായി ശിവൻ എന്നല്ല അറിയപ്പെടുന്നത്. അപ്പോൾ അവരുടെ ദൈവത്തിനെ പരികർമ്മിക്കാൻ എന്തിനാണ് ഈ ദേവഗണത്തിലുള്ളവർ വന്ന് നിൽക്കുന്നത്? അവിടെയുണ്ട് ഈ ആധിപത്യ മനോഭാവം. അത് പറയുന്നവർക്കും മനസ്സിലാവുന്നവർക്കും മനസ്സിലാവും. അപ്പോൾ ഒരു വിഭാഗത്തിനെ ഡീഗ്രേഡ് ചെയ്യുന്നതല്ല, ഉച്ചനീചത്വങ്ങൾ ഭയങ്കരമാണ്. ഇവിടെ ബ്രാഹ്മണർക്ക് വേണ്ടിയിട്ടും നായന്മാർക്ക് വേണ്ടിയിട്ടും സംവരണത്തിന് വേണ്ടിയിട്ടും ഒക്കെ കൂക്കി വിളിക്കുന്നവരോട് ഒരു ചോദ്യം. ഈ താഴ്ന്ന ജാതിക്കാർ ചെയ്യുന്ന ചാക്കട ക്ലീൻ ചെയ്യൽ, ചാക്കട മീൻസ് അഴുക്ക് സ്ഥലങ്ങൾ ക്ലീൻ ചെയ്യൽ ബ്രാഹ്മണർ ചെയ്യൂ. എന്താ അവർ ചെയ്ത കുഴപ്പം? അവർക്കെന്താ പ്രശ്നം? അവർക്കെന്താ വേറെ എന്തെങ്കിലും പ്രിവിലേജ് ഉണ്ടോ? അതോ ഈ പറയുന്ന എല്ലുകളുടെ കൂടെ ഒരു എക്സ്ട്രാ എല്ല് ബ്രാഹ്മണന് കൂടുതലുണ്ട്? അത് അവർ ഇതിനകത്ത് ഇറങ്ങിയ പ്രശ്നമുണ്ടോ? എവിടെയെങ്കിലും കൃഷിപ്പണിക്കാരനായിട്ട് ഏതെങ്കിലും ഒരു ബ്രാഹ്മണങ്ങൾ കണ്ടിട്ടുണ്ട്? ഉണ്ടോ? ഇന്നും അതില്ലാത്തടത്ത് ഈ ചോദ്യം ഇവിടെ റെലവൻ്റ് ആണ്. ആ ചോദ്യം ചോദിക്കാൻ ആർജവമുള്ള മനുഷ്യർ മുൻപോട്ട് വരിക തന്നെ ചെയ്യും. അവന് സ്റ്റേജ് കിട്ടുന്നു, അക്സെപ്റ്റൻസ് കിട്ടുന്നു, അവൻ്റെ ഫാൻ ഫെയിമിൽ അടുത്ത തലമുറയുണ്ട്. ഈ തലമുറയ്ക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഭയന്നുകൊണ്ട് മാറിയിരുന്ന് ചിന്തിക്കും. അടുത്ത തലമുറ എന്ന് പറയുന്നത് ഇതിനെക്കാട്ടും ടെററുകൾക്ക് ഈ കാര്യം പിടികിട്ടി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും എന്നുള്ള നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് അടിച്ചൊതുക്കൽ എന്ന നയവുമായിട്ട് RSSകാർ മുന്നോട്ട് വന്നിരിക്കുന്നത്. RSSൻ്റെ അജണ്ട ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ അവർ സംരക്ഷകരാണ്. ആരുടെ സംരക്ഷകർ? ഹിന്ദുക്കളുടെ സംരക്ഷകർ. വേണ്ട പള്ളിപ്പറമ്പ് കുത്തിപ്പൊളിച്ചിട്ട് അവിടെ രാമേട്ടനെ കൊണ്ട് തിരുത്തിയിരിക്കുന്നു. ഇനി അതുപോലെ ലിംഗം തപ്പിയിട്ട് ഇവിടെയുള്ള മസ്ജിദുകളിലെല്ലാം കയറി ഇറങ്ങണം. അപ്പോൾ സംരക്ഷകരാണ്. നിങ്ങൾ സംരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന ലിംഗമാണോ? ലിംഗ സംരക്ഷകരാണോ? അതിനൊരു ചെട്ടിയിട്ടാൽ മതി. അതിനെന്തിനാ ഇങ്ങനെ ഇറങ്ങി നടക്കണേ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇവിടെ സംരക്ഷകരെന്ന് ഭാവിച്ചുകൊണ്ട് അവരും ഹിന്ദുക്കളുടെ സംരക്ഷകരായി RSSകാരും മുസ്ലിങ്ങളുടെ സംരക്ഷകരായി ഈ പറയുന്ന കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഇറങ്ങി നിൽക്കുമ്പോൾ ഇവിടെ രണ്ട് വിഭാഗക്കാരെ തമ്മി തല്ലിച്ചുകൊണ്ട് നേടാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന കുറേ മന്ദബുദ്ധികളാണ് ഇവർ. നമ്മൾ ആ മന്ദബുദ്ധികൾക്ക് മുഖവില കൊടുക്കാൻ പാടില്ല. തൂത്തെറിയുക എന്നുള്ളതാണ്. കേസ് വരും സ്വാഭാവികം, പ്രശ്നങ്ങൾ വരും സ്വാഭാവികം, ഫേസ് ഇറ്റ്. അങ്ങനെ ഒരു തൻ്റെ ഇടം നിങ്ങൾക്ക് ഉണ്ടായാൽ ഇത് എൻ്റെ റൈറ്റ്സ് ആണ്, ഫ്രീഡം ഓഫ് സ്പീച്ച്, ഇതെൻ്റെ റൈറ്റ്സ് ആണെന്ന പൂർണ്ണ ബോധ്യമുള്ളവൻ തല ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകും. അല്ലാത്തവൻ തല കുനിച്ചിട്ട് ഇവന്മാർ പറയണതും കേട്ട് കുനിച്ചുകൊണ്ടിരിക്കും. നിന്റെ റൈറ്റ്സ് എന്താണെന്ന്, നിന്റെ പദവി എന്താണെന്ന്, നിന്റെ അവകാശങ്ങൾ എന്താണെന്നും അറിയാത്തവൻ ഒരു കാലത്ത് എങ്ങും എത്താൻ പോകുന്നില്ലെന്നേ. എങ്ങും എത്തത്തില്ല. അവകാശങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം.
പൗരാവകാശവും പൗരന്റെ ധർമ്മവും പൗരന് കടമയുമുണ്ട്. ഇതറിയാത്തവൻ പൗരനേ അല്ല. നിങ്ങളൊരു രാജ്യത്തെ പൗരനാണെങ്കിൽ ആ പൗരന് ചില റൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. റേഷൻ കിട്ടുക എന്നുള്ളതും പെൻഷൻ കിട്ടുക എന്നുള്ളതും അല്ല റൈറ്റ്സ്. നമ്മുടെ അവകാശങ്ങളിൽ ഈ അധികാരവർഗങ്ങൾ കാണിക്കുന്ന കെടുകാര്യസ്ഥത ചോദ്യം ചെയ്യപ്പെടാനുള്ള അവകാശമുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കാനുള്ളതാണ്, രഹസ്യമാക്കി വെക്കാനുള്ളതല്ല. അതേപോലെ തന്നെ നമുക്ക് കടമകളുണ്ട്. നമ്മുടെ കൺമുന്നിൽ ഒരു തെറ്റ് കണ്ടാൽ നമുക്കൊരു പോലീസുകാരനാകാൻ പറ്റും. നമുക്കവിടെ നമ്മുടേതായ റൈറ്റ്സ് ഉണ്ട്. അനീതിക്കെതിരെ സംസാരിക്കുക എന്നുള്ളതൊരു പൗരന്റെ കടമയാണ്, ധർമ്മമാണ്. ധർമ്മം രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത്. ഈ രാജ്യസ്നേഹം എന്ന് പറയുന്ന ഒരു സംഗതി RSSകാരുടെ കുത്തകയായിട്ട് വെച്ചിരിക്കുകയാണ്. രാജ്യസ്നേഹമില്ലാത്തവരാണോ മുസ്ലിംസ്? അവരുടെ സപ്പോർട്ടോടു കൂടി അല്ലേ ഇങ്ങനെ ഒരു കാര്യം നേടിയെടുത്തത്? ഇവിടുന്ന് പാർഷ്യലായി പോയി കഴിഞ്ഞ ഒരു വിഭാഗത്തിനെയും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ ഇന്ത്യ നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിന്റെ പിന്നിൽ ആരൊക്കെ വർക്ക് ചെയ്തു എന്നും ആരെ ഭയന്നാണ് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് ഇറങ്ങി ഓടിയതെന്നും ബോധമുള്ളവർക്ക് മനസ്സിലാവും. അത് മനസ്സിലാക്കാത്തവർ വീണ്ടും ഇത്തരം പാട്ട് പാടിക്കൊണ്ടിരിക്കും എന്നുള്ളത് വസ്തുത. ഞാൻ വളച്ചു നീട്ടുന്നില്ല. ഈ ഒരു വിഷയത്തിൽ വേടൻ്റെ ഒപ്പം കട്ടായിട്ട് നിന്നതിൻ്റെ റീസൺ ബാക്കിയുള്ളവരെ പോലെ ഈ കോപ്പി പേസ്റ്റ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാത്രവുമല്ല, സത്യവും നീതിയും വേടൻ്റെ ഒപ്പം വന്ന പൂർണ്ണ ധാരണയുള്ളത് കൊണ്ടാണ്. ചെറുപ്രായങ്ങളിൽ ചെയ്യുന്ന ചില തെറ്റുകൾ, ആ തെറ്റുകളെ അതേ രീതിയിൽ എടുക്കുന്നതിന് പകരം തേച്ചു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കേൾക്കാം. ബലാത്സംഗം എന്ന രീതിയിൽ അതിനെ വളച്ചു കുത്തി കൊണ്ടുവന്ന് ആ പയ്യന്റെ ഭാവി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഈ കുൽസിത ശ്രമം സ്റ്റോപ്പ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ഓരോ മനുഷ്യരും വേടനെ പോലെ സംസാരിക്കണം, ഓരോ മനുഷ്യനും വേടനെ പോലെ ചിന്തിക്കണം. എന്നാലേ ഇവിടെ മാറ്റങ്ങൾ വരും. അതിലൊരു നാണക്കേടും വിചാരിക്കേണ്ട. ഒരാളും അവരുടെ മതമോ വിട്ടുവരേണ്ട കാര്യമില്ല. അംബേദ്കറാണ് നമ്മുടെ ഭരണഘടന രൂപീകരിച്ചത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളത് രാജ്യത്തെ ഫോളോ ചെയ്യുക, രാജ്യത്തെ അനുസരിക്കുക എന്നുള്ളതും കൂടെ അർത്ഥമാണ്. യഥാർത്ഥ രാജ്യസ്നേഹി അംബേദ്കറെ അനുസരിക്കുകയാണ് വേണ്ടത്. അദ്ദേഹം എഴുതിയ ഭരണഘടന അനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നവരല്ലേ യഥാർത്ഥ രാജ്യത്തിന്റെ ഇത് കാണിക്കുന്നത്, അല്ലേ? അവരല്ലേ രാജ്യസ്നേഹികൾ എന്ന് പറയുക. ഈ അംബേദ്കറെ ശരിയല്ല, ഭരണഘടനയെ ശരിയല്ല, ഇത് മൊത്തം കുഴപ്പമാണ് എന്ന് പറയുന്നവർ എങ്ങനെയാണ് രാജ്യസ്നേഹികളാവുന്നത്? ഇവന്മാരെ ടാർഗറ്റ് മനസ്സിലായില്ലേ? തന്നിൽ താഴ്ന്നവനെന്ന് അവർ കൺസിഡർ ചെയ്യുന്ന മനുഷ്യ സമൂഹത്തിൽ നിന്ന് ഒരുത്തൻ ഉയർന്നു വന്നാൽ അവനെ അംഗീകരിക്കാനുള്ള ആ ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. വേടൻ ആക്രമിക്കപ്പെടുന്നത് അതൊരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ്. ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇസ്ലാമിനെ അയാൾ സപ്പോർട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാം കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടല്ല, അതിൽ നിന്നുള്ള ഗ്രേറ്റ് പേഴ്സണാലിറ്റികളെ കോട്ട് ചെയ്തുകൊണ്ടാണ് പുള്ളി അത് പറഞ്ഞത്. അതിന് അയാൾക്ക് താലിബാൻ എന്ന പേര് കൊടുക്കുകയാണ്. താലിബാനി എന്ന പേര്, സുഡാപ്പിനി എന്ന പേര് കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും ഉണ്ടാകും. അനീതിയും നീതി നിഷേധവും നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കയ്യൊപ്പ് പതിക്കുക എന്നുള്ളത് ഒരു റിയൽ ഇസ്ലാമിൻ്റെ ദൗത്യമാണ്, അവൻ്റെ ഉത്തരവാദിത്തമാണ്, കടമയാണ്. അതാണ് അവൻ്റെ മതം അവനെ പഠിപ്പിക്കുന്നത്. ആ മതബോധമുള്ളവർ അവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കും. അത് കണ്ട് കുന്തളിച്ചിട്ടൊന്നും കാര്യമില്ല. ശങ്കുണികളെ ഏതായാലും ഇരുന്ന് നല്ലപോലെ നീട്ടി വിളിച്ച് വാങ്ങിക്കും. വേടൻ സേഫ്. ഇനിയുണ്ട്, പെണ്ണുങ്ങളുണ്ട്, വന്നോളൂ. എടേ, ഞാനൊരു കാര്യം പറയട്ടെ. പെണ്ണിനറിയത്തില്ലേ, ആണിനേക്കാൾ കൂടുതൽ പെണ്ണുങ്ങൾക്കാണ് അവരുടെ അഭിമാന ബോധത്തിൽ ഭയങ്കര കൺസേൺ. ഈ പെണ്ണുങ്ങൾക്കാണ് ഇല വന്ന് മുള്ളി വീണാലും മുള്ളി വന്ന് ഇല വീണാലും പെണ്ണിനാണ്, അല്ലെ, ഇലയ്ക്കാണ് പ്രശ്നമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇലയ്ക്ക് ഇറങ്ങിയൂടെ ഈ മുള്ളിൻ്റെ പുറത്ത് കുത്തി കയറാനായിട്ട് അങ്ങോട്ട് തള്ളിച്ചേറി ചെല്ലരുതെന്ന് അറിയത്തില്ലയോ? സൂക്ഷിക്കണ്ടായ പിള്ളേരെ. എന്തായാലും ശരി, ഈ ഒരു കാര്യത്തിൽ വേടൻ സേഫായി. ആ വിശേഷം ഞാനുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. ഞാനത് അങ്ങോട്ട് ഷെയർ ചെയ്തു. അത്രയേ ഉള്ളൂ. എല്ലാവരും കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എന്ത് തന്നെയായിരുന്നു, കുറേ സുഹൃത്തുക്കൾ എന്നെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു വേടൻ പ്രശ്നമാണ്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുത്. ഞാൻ സപ്പോർട്ട് ചെയ്യും. ബിക്കോസ് എനിക്കറിയാം ഇതെന്തിനാണ് വേടനെ ഒതുക്കുന്നത് എന്നുള്ളത് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഇവിടെ ഈ പറയുന്ന രീതിയിൽ 10 പേർ സംസാരിക്കാനില്ലെങ്കിൽ നമ്മുടെ രാജ്യം 100 അല്ല 200 അല്ല 300 വർഷം പിറകേക്ക് സഞ്ചരിക്കും. അപ്പോൾ വീണ്ടും ഇതുപോലെ കുറേ ബ്രിട്ടീഷുകാർ വരും. വീണ്ടും അവന്മാർക്ക് കീഴ്പ്പെട്ട് ജീവിക്കണം. കീഴാള ജനത മേലാള ജനത എന്നില്ല. 1947 തൊട്ട് ഇതില്ല. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമില്ലാത്തവർ ഇത്തരം വൃത്തികെട്ടവന്മാർക്ക് സപ്പോർട്ടും പറഞ്ഞുകൊണ്ട് അലച്ചുകൊണ്ട് നടക്കും. താങ്ക് യു.